ലോക്സഭാ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിൽ വിമർശനം ശക്തമാകുന്നു. രാജ്യത്തിന് സ്ഥിരമായി പ്രതിപക്ഷ നേതാവിനെ ആവശ്യമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. തൊഴിലുറപ്പ് ബില്ലടക്കം ലോക്സഭയിലെ നിർണായക ചർച്ചകളിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിട്ടുനിന്നത്. രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. രാജ്യത്തിന് സ്ഥിരമായ പ്രതിപക്ഷ നേതാവിന് ആവശ്യമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി പ്രതികരിച്ചു. ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം. എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെയല്ല, പക്ഷേങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്. ഇന്ത്യ മുന്നണിയിലെ മറ്റു എംപിമാരും രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം സഭയിൽ ഹാജരാകാത്ത രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ്. നിശ്ചയിച്ച ഒഫീഷ്യൽ പരിപാടി എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവുകയും നേരത്തെ നിശ്ചയിച്ച പ്രോഗ്രാമാണ്. ഒരുക്കങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പോകേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്തിട്ടാണ് പോയത്. വിഷയത്തിൽ രാജ്യസഭാ എംപി ജെബി മേത്തറിന്റെ ന്യായീകരണം ഇങ്ങനെ: രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ സ്വാഭാവികമായും ചില ഏൽക്കേണ്ട ഓരോ കാര്യങ്ങളിൽ ചിലപ്പോൾ ആ തലങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കേണ്ടി വരും. സഭയിലെ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവിന്റെ വിദേശയാത്രയുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കോൺഗ്രസിന് തലവേദനയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ന്യായീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നാഥനില്ലാ കളരിയായെന്ന ആരോപണവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.